സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തുടരുന്നത് മാഹി ബൈപ്പാസിലാണ്. മാഹി ബൈപ്പാസിലുള്ള സിഗ്നൽ എടുത്തൊഴിവാക്കുന്ന പണികളും അതേപോലെ ലൈറ്റ് വെക്കുന്ന പണികൾ തുടങ്ങി കണ്ടങ്ങൾ. അപ്പം മാഹി ബൈപ്പാസിലെ സിഗ്നൽ എടുത്തൊഴിവാക്കുന്ന പണികളും അതേപോലെ വടകര ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തെ കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടുത്തെ മെർജിംഗ് പോയിന്റിലുള്ള ഗാർഡാട്ടോ, ഇരുമ്പിന് സ്റ്റീൽ ഗാർഡാണ്. നമ്മൾ ട്യൂബുലർ മാർക്കർ ഒഴിവാക്കിയാണ് നമ്മൾ ആ ഒരു ഏരിയയിലും ഇതേപോലത്തെ ഈ മെർജിംഗ് പോയിൻ്റെ സ്ഥലത്ത് ഇതേപോലത്തെ സ്റ്റീൽ ഗാർഡ് വെക്കണം. എന്നാൽ പിന്നെ കുറച്ചൊക്കെ ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാകും. മാഹി ഇവിടെ നിന്ന് അങ്ങോട്ട് മാഹി സ്റ്റാർട്ട് ചെയ്യാണ്. മാഹി ആ പള്ളൂർ ഭാഗത്തല്ല, ഇവിടെയും പെട്രോൾ പമ്പ് പുതുതായിട്ട് വന്നിട്ട് തോന്നുന്നു. അപ്പോൾ മെർജിംഗ് പോയിന്റ് ഇവിടെ പറഞ്ഞാൽ ഇവിടെ വേറെ ലെവലിലാണ്, നല്ല വീതിയും വിസ്താരമുള്ള മെർജിംഗ് പോയിൻ്റാണ്. നമ്മളെ പുളിമരം അത് കിടക്കണേ. പണ്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്ത സമയത്ത് പുളിമരം എന്നറിയില്ല, ആ പുളിമരം കിടക്കുന്നുണ്ട്. പുളിമരം എപ്പോഴും ഉണ്ട്. പുളിമരത്തിനോട് ചേർന്നിട്ട് NH66 കഫേ. ആഹാ, അടിപൊളിയാണല്ലോ. നല്ല പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്, തണലുണ്ട്. പിന്നെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആൾക്കാർക്ക് ഒന്ന് നിർത്തി ചായ കുടിച്ചിട്ടൊക്കെ പോകാം. ആ അടുത്തുള്ള വീട്ടുകാരാ തോന്നുന്നു. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, മാഹി ബൈപ്പാസിലുള്ള സിഗ്നൽ എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 66 ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വലിയ ദേശീയപാതയാണ് NH66. പനവേൽ മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഒരു അടിപൊളി ഹൈവേ. അതിൽ കേരളത്തിൽ ഒരു തല മുതൽ ആ തല വരെ, അതായത് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം ഫ്ലൈ ഓവർ എത്തുന്ന ആ ഒരു ഭാഗം കഴക്കൂട്ടം വരെ സിഗ്നൽ ഫ്രീ ആയിട്ട് 6 വരിയിലാണ് നമ്മുടെ ഈ ഒരു പുതിയ 6 വരി പാത വരുന്നത്. ഈ ഒരു പാത കടന്നു പോകുന്ന മറ്റുള്ള സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും 6 വരിയിലല്ല പാത കടന്നു പോകുന്നത്. ഇതേപോലെ സിഗ്നലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പൂർണ്ണമായിട്ടും 6 വരിയിലൂടെ അല്ല പാത കടന്നു പോകുന്നത്. കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അത് അങ്ങനെ തന്നെയാണ്, അതിലിഞ്ഞ് വേറെ ഒന്നുമില്ല. പിന്നെ അതിൽ തന്നെ ഈ ഒരു ഹൈവേയിൽ സിഗ്നൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ഭാഗം ഇതാണ്. ഇപ്പോൾ സിഗ്നൽ ഉണ്ട് പല സ്ഥലത്തും, നമ്മളെ കഴക്കൂട്ടം ഭാഗത്തും അതേപോലെ ഇടപ്പള്ളിയിലൊക്കെ സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലൊക്കെ എടുത്ത് ഒഴിവാക്കുന്നതാണ്. പക്ഷേ ഈ ഒരു മാഹിയുടെ മണ്ണിലാണ് ഈ ഒരു 6 വരി പാതയിൽ പുതുതായി ഇങ്ങനെയുള്ള ഒരു DPRൽ ആദ്യമായിട്ട് സിഗ്നൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏക സിഗ്നൽ ഉണ്ടായിരുന്നത് ഇവിടെയാണ്. ആ സിഗ്നൽ കൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഈ ഒരു റോഡ് തുറന്നു കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു സിഗ്നലിൻ്റെ ആ ഒരു ഭാഗത്ത് റോഡ് തുറന്നു കൊടുത്ത 6 മാസത്തിനുള്ളിൽ തന്നെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ. കാരണം സിഗ്നൽ പ്രതീക്ഷിക്കാതെ ആൾക്കാർ അടിച്ച് കയറി വരും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് സിഗ്നലുള്ള ആ ഒരു സമയത്തെ കാഴ്ചകൾ കേട്ടോ. 2024 എടുത്താണ്, 2024 മെയ് മാസത്തിൽ എടുത്താണ് ഈ സംഭവം. അന്ന് ഈ ഒരു പകൽ സമയത്ത് വണ്ടി നിർത്തണോ മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. രാത്രി കാലങ്ങളിലാണ് ഈ ഒരു സിഗ്നലിൻ്റെ ഭാഗത്ത് നിരവധി അപകടങ്ങൾ നടന്നിട്ടുള്ളത്. നോക്കിയാണ് എന്താല്ലേ. അപ്പുറത്തേക്ക് മാഹി, ന്യൂ മാഹി, ഇപ്പുറത്തേക്ക് ചൊക്ലി. ഈ ഒരു ന്യൂ മാഹി ചൊക്ലി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ അണ്ടർപാസ് നിർമ്മിക്കുന്നത്. ചെറിയൊരു അണ്ടർപാസ്. ഈ ഭാഗത്തെ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളെ വീഡിയോക്കടിയിൽ വരുന്ന കമൻറ്റുകളാണ് ഈ ഒരു സിഗ്നൽ വൻ പരാജയമാണ്, അപകടങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വൻ ശോകമാകും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സിഗ്നൽ ഇല്ലാത്ത ഈ ഒരു ഭാഗത്ത് മാത്രം സിഗ്നൽ കൊടുത്തത് എന്തോ ഒന്ന് ചിലപ്പോൾ മാഹിയിലുള്ള ബിസിനസ് കണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെ അന്നത്തെ ആവശ്യം. കാരണം ഈ ഒരു മാഹി ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 10 കൊല്ലം കൊണ്ട് തയ്യാറായതല്ല. ഒരുപാട് 1980കളിൽ ഇതിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ 2024 ഇതിൻ്റെ പണികൾ കഴിഞ്ഞു തുറന്നു കൊടുത്തത്. ഇത്ര കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ കേരളത്തിലൊരു സംഭവം റെഡി ആയിട്ട് വന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മളെ കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസൊക്കെ കേട്ടോ, നിലവിലുള്ള ബൈപ്പാസ്. ഇരിക്കൂർ കമ്പനിയാണ് ഇതിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ CTSB WM വെറ്റ് മിക്സ് ഒക്കെ എടുത്തു കൊണ്ടുവന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലുള്ള കോൺക്രീറ്റ് വാൾ, 2 സൈഡിലുള്ള കോൺക്രീറ്റ് വാൾ പൂർണ്ണമായിട്ടും പൊളിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മണ്ണ് ഇനി പൂർണ്ണമായിട്ടും എടുത്ത് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇനി മണ്ണ് ഫില്ല് ചെയ്യുമോ എന്നറിയില്ല. ഏതായാലും സൈഡ് വാൾ കെട്ടാൻ വേണ്ടിയിട്ട് ആ സൈഡിലുള്ള ഈ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ എടുത്ത് ഒഴിവാക്കും. അങ്ങനെ ഈ സിഗ്നലും ഓർമ്മയായി. എന്തായാലും കുറച്ച് പൈസ ഏതായാലും ഈ ഒരു സിഗ്നലിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇപ്പോൾ വേസ്റ്റ് ആയില്ലേ. ഇനിയിപ്പോൾ സിഗ്നൽ ഈ ഒരു DPRൽ മാറ്റം വരുത്തി പിന്നെ ഒരു അണ്ടർപാസ് ഉണ്ടാക്കുമ്പോൾ തന്നെ പൈസ കൂടുതൽ ചിലവാണ്. പണികൾ കുറച്ച് സ്പീഡ് കൂടിയിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ചയായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു സുഹൃത്ത് ഫോട്ടോ അയച്ചു തന്നിരുന്നു. അപ്പോൾ അന്നൊന്നും ഇങ്ങനെ ഈ ഒരു കോലത്തിലായിട്ടില്ല. ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും പൈസക്ക് ചിലവ് കുറവ് തന്നെ ആയിരിക്കും. നമ്മൾ ഈ വീട് പണിയൊക്കെ എടുക്കുമ്പോൾ കുടിൽക്കലോട് അടുപ്പിച്ച് എല്ലാണ്ട് തീർത്തിക്കാന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു ഇതിലിങ്ങനെ ഓടിപ്പോയിക്കോളും. ഇനി കുടിൽക്കലൊക്കെ കഴിഞ്ഞൊരു മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൊളിച്ച് പണിയാന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ ചിലവാക്കാരം. ഇതിൽ നിന്നാണ് ബാറ്ററി പെട്ടി മോഷണം പോയത് കേട്ടോ. ബാറ്ററി പെട്ടി മോഷണം പോയപ്പോഴാണ് ഇവിടെ സിഗ്നൽ ഒരു മാസത്തോളം നിർത്തി വെച്ചിരുന്നത്.
ഏതായാലും അണ്ടർപാസ് സെറ്റായിട്ടുണ്ട്. വളരെ വൈകി വന്ന വിവേകം അല്ലാന്നുണ്ടെങ്കിൽ വൈകി വന്ന ആ ഒരു ഇതുകൊണ്ട് അണ്ടർപാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ വൈകി വരാനുള്ളൊരു സംഭവമാണ് നമ്മുടെ ഇപ്പോഴത്തെ ദേശീയപാതയിൽ നിലവിലുള്ള പാലങ്ങൾ നിലനിർത്തിക്കൊണ്ട് 3+2 അതായത് 5 വരി ട്രാഫിക്കിൽ കടന്നു പോകുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് സ്ഥലത്ത് എല്ലാ റേച്ചിലും അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. 5 വരിയിലൂടെ കടന്നു പോകുന്നു. ഒരു സൈഡിൽ 3ഉം മറ്റേ സൈഡിൽ 2ഉം. അതിഞ്ഞ് ഭാവിയിൽ പാലം 3 വരിയായിട്ട് വീതി കൂട്ടുമ്പോൾ അധിക ചിലവായിരിക്കും. അത് ഇതിൻ്റെ കൂടെ തന്നെ നീട്ടിപ്പോയിക്കാന്നുണ്ടെങ്കിൽ സംഭവം സെറ്റ് ഇനി. ഏതായാലും പള്ളൂർ ഭാഗത്ത് ഒരുപാട് പെട്രോൾ പമ്പ് വന്നിട്ടോ. മാഹിയിലുള്ള റേറ്റിന് പെട്രോൾ അതായത് 12ഉം 13ഉം രൂപ ഒക്കെ കുറവാകുമ്പോഴാണ് ആളുകൾ ഇവിടെ വന്നുകൊണ്ട് എണ്ണ അടിക്കാൻ തിരക്കൂട്ടുന്നത്. കാരണം ഫുൾ ടാങ്കൊക്കെ അടിക്കുമ്പോൾ നല്ല പൈസ ലാഭമാണല്ലോ. അല്ലാതെ ഈ ഒരു സർവീസ് റോഡിൽ ഇറങ്ങിയിട്ട് ഇത്ര റിസ്ക് എടുത്ത് കണ്ട് എണ്ണടിച്ച് പോകുന്നൊന്നും ആരും കരുതണ്ട. പക്ഷേ ഈ ഒരു മാഹി ആയതുകൊണ്ട് ആകെ ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ഉള്ളൂ തോന്നുന്നു ഈ ഒരു 18 കിലോമീറ്റർ ബൈപ്പാസിൽ. ഏതായാലും ആ ഒരു 3 കിലോമീറ്ററിൻ്റെ റേഞ്ച് മാറി. പിന്നെ ഇവിടുത്തെ മെർജിങ് പോയിന്റ് കയറാനും ഇറങ്ങാനും യു ടേൺ ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു പാലം വരുന്ന സ്ഥലത്തൊന്നും സർവീസ് റോഡ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ട് മെർജിങ് പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നോക്കിയാണ് ഈ സൈഡിൽ ഇവിടെ കയറണവർക്ക് കയറും ചെയ്യാം, ഇറങ്ങണവർക്ക് അപ്പുറത്ത് കൂടെ ഇറങ്ങും ചെയ്യാം. പക്ഷേ നല്ല വീതിയിലാണ് സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് നോക്കിയും കണ്ട് ഇറങ്ങിക്കാന്നുണ്ടെങ്കിൽ അപകടങ്ങളൊന്നും കൂടാതെ നല്ല അടിപൊളിയായിട്ട് കയറാൻ പറ്റും. കണ്ട പാലങ്ങളാണ് ഈ ഒരു മാഹി ബൈപ്പാസ്. പാലങ്ങളോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ മെർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വീതി കിട്ടും. നല്ല അടിപൊളിയായിട്ട് കയറാനും ഇറങ്ങാനും പറ്റും. ദേശീയപാതയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് മാഹി ബൈപ്പാസിൻ്റെ പണികൾ കഴിഞ്ഞു, ഗതാഗതങ്ങൾ ഓടാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ഒരുപാട് അന്നൊക്കെ ഈ ഒരു മാഹി ബൈപ്പാസ് പണി കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണല്ലോ. അന്നൊക്കെ ഒരുപാട് വ്യൂസും അതേപോലെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ. അത് ഡ്രോണില്ലാത്ത കാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭാഗമാണിത്. അതായത് വട്ടപ്പാറ എങ്ങനെയാണോ അതിനേക്കാളേറെ ഡബിളായിരുന്നു നമ്മുടെ ഈ ഒരു മാഹി. ഇതിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അന്നത്തെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് ഉടുമ്പിനെ കണ്ടു. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ചെക്കന്മാർ ക്രിക്കറ്റ് ഫുട്ബോൾ. കാരണം ഇത് ഓപ്പൺ ആകാതെ ഏകദേശം ഒരു വർഷത്തെ ഇങ്ങനെ നീണ്ടു കിടന്നിക്കണല്ലോ ആ പാലത്തിൻ്റെ പണി തീരാൻ വേണ്ടിയിട്ട്. പിന്നെ സുഹൃത്തുക്കളെ, അന്ന് EKK കമ്പനി പണി ചെയ്ത സമയത്ത് ഈ ഒരു ഭാഗത്ത് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. 18 കിലോമീറ്ററിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ലൈറ്റ് വെക്കുന്ന പണികളും അതേപോലെ മാഹി സിഗ്നലുള്ള അണ്ടർപാസിൻ്റെ പണികളും അതേപോലെ സർവീസ് റോഡിൻ്റെ പല ഭാഗത്തും പണികൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അത് പൂർത്തിയാക്കുന്ന പണികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് വന്നാൽ അടിപൊളിയാണ്. പിന്നെ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിന് അന്ന്. ഇപ്പം എന്താണ് അവസ്ഥ എന്നറിയില്ല. പിന്നെ ഈ ഭാഗത്ത് വന്നപ്പോഴാണ് നമുക്ക് ഈ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് 5 പൈസക്ക് റോഡില്ല എന്നുള്ളത് ആദ്യം മനസ്സിലായത്. 5 പൈസക്കില്ല പറഞ്ഞാൽ 5 പൈസക്കില്ല. ഇതാണ് മാഹി പാലം. ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി മനോഹരമായിട്ടുള്ള അന്നൊക്കെ റീലിലൊക്കെ മാഹി ബൈപ്പാസിലൂടെയുള്ള യാത്ര വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. ഇപ്പം കണ്ടൽക്കാട് ഒന്നും കാണാൻ പറ്റണില്ല കേട്ടോ. അന്നൊക്കെ ഡ്രോണിൽ കാണാന്നല്ലാതെ ഈ ഒരു കോൺക്രീറ്റ് ബാരിയറിന് അപ്പുറത്ത് കൂടെ കാറിലിരിക്കുമ്പോൾ കണ്ടൽക്കാടും പക്ഷികളിരിക്കണോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഈ ഒരു റേച്ചിൽ സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം ഇതിലൂടെ നിലവിലുള്ള ഹൈവേ വീതി കൂട്ടിയ പരിപാടിയല്ല. അതുകൊണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. പുതുതായിട്ടൊരു പാത ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് സ്ഥലം ഏറ്റെടുപ്പും കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ലായിരുന്നു. സർവീസ് റോഡ് മുട്ടിച്ചിട്ടില്ല കേട്ടോ പൂർണ്ണമായിട്ടും. മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് സർവീസ് റോഡ് മുട്ടിക്കാനുണ്ട്. തലശ്ശേരി ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ തീരാനുണ്ട്. എന്നാലും ഈ ഒരു മെർജിങ് പോയിന്റ് ഇതാണ് കറക്റ്റ് അളവ്. നല്ല വിസ്താരമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ഹൈവേയിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, മാഹി ബൈപ്പാസിൻ്റെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വടകര റീച്ചിലെ ഈ അയ്യൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിൽ കുറച്ച് കാഴ്ചകൾ കാണാം. കുഞ്ഞിപ്പള്ളി ഭാഗത്തൊക്കെ ദേശീയപാതയുടെ പണിയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ പണിയിലും അതേപോലെ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തും മണ്ണിട്ട് ചേർക്കുന്ന പണിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിപ്പള്ളി ഭാഗത്തെ പാർക്കിംഗ് ആണ്ട് ഇല്ലാതായിട്ടോ. നല്ല അടിപൊളി പാർക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ ലോറികളൊക്കെ ഈ ഒരു ദേശീയപാതയുടെ പണി നടക്കുന്ന സ്ഥലത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ വടകര ഫ്ലൈ ഓവറിൻ്റെ പണികൾ വേഗത്തിലായി എന്ന് പറഞ്ഞാണ്ട് ഒരു റീല് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ്, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണി കഴിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങി, ഇവിടെ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്നൊരു സുഹൃത്തിൻ്റെ കമൻറ്റാണ്. ഏതായാലും അത് സംഭവം ശരി തന്നെയാണ്. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നത് ആദ്യം മറ്റുള്ള കമ്പനികളൊക്കെ ഈ എക്സ്കവേറ്ററും ടിപ്പറും ഇങ്ങോട്ടൊക്കെ ഈ ഒരു കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഇവർ സാധനങ്ങൾ എത്തിച്ച് വമ്പൻ ഞങ്ങളിതാ വരുന്നു രാജകീയ വരവേൽപ്പ് എന്നൊക്കെ പറയുന്നത് ചില മാധ്യമങ്ങൾ ഇവരെ ഇങ്ങോട്ട് ഹൈപ്പൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴും ഇതൊക്കെയാണ് വൻ ഷോക്ക്. ഈ ഒരു ടോൾ പ്ലാസൻ്റെ അവിടെ നോക്കിയാണ് ഒരു പണിയും നടന്നിട്ടില്ല. അതായത് ഒരു 8 മാസം അല്ലെങ്കിൽ 10 മാസം മുമ്പ് നമ്മൾ വന്നെന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും
ഈ ഒരു 2 വരി പാതയിലൂടെ കടന്നു പോകുന്ന ഒരു ദേശീയപാതയിൽ റീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മലബാർ ഏരിയയിൽ ഈ ഭാഗവും കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ ഇനി അവിടെ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. നമ്മളൊരു 5 മാസം മുമ്പാണ് ആ ഭാഗത്തേക്കൊക്കെ അവസാനമായി പോയത്. ഏതായാലും ഇവിടെ എപ്പോഴും ഈ ആദ്യമുള്ള ആ രണ്ട് വരിയിലൂടെയൊക്കെയാണ് വണ്ടികളും ചില ഭാഗത്തൊക്കെ എപ്പോഴും പോണ് കേട്ടോ. ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദീർഘദൂര യാത്രക്കാരെ അതിലൂടെ പോയി പരിചയമുള്ള ആൾക്കാർ ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ കൊയിലാണ്ടി ടൗൺ ഒഴിവാക്കിക്കൊണ്ട് ഈ കൊയിലാണ്ടി പുതുതായി നിർമ്മിച്ച ബൈപ്പാസിലൂടെ പോകുന്നുണ്ട്. ഞാൻ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കില്ല. കാരണം എന്താ വെച്ചാൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തെങ്കിലുമൊക്കെ പറ്റിക്കുകയെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വം പോകുന്ന ആൾക്കാർ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ പോകുന്ന ആൾക്കാർ സൂക്ഷിച്ചു പോകുക. പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ട ഒരു പണിയാണ് ഇതിപ്പോൾ നമ്മളെ നാദാപുരം റോഡ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ആസ്ഥാനം തൊഴിലാളികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന് മുന്നിലൂടെയുള്ള ദേശീയപാത നിർമ്മാണം. ഏതായാലും കുറേ കാലങ്ങൾക്ക് ശേഷം നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പാത അതേപോലെ തന്നെയാണ്, ആ ഒരു ഹൈറ്റ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ദേശീയപാത കടന്നു പോകുന്നത്. കണ്ടങ്ങൾ വെറ്റ് മിക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് ടാർ ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മണ്ണുയർത്തേണ്ട പണികളാണ്. പക്ഷെ ആ വാളിൻ്റെ പണികൾ ഇപ്പോൾ അതേപോലെ തന്നെ, അതായത് 2024 ഇലക്ഷൻ സമയമുണ്ടല്ലോ, 2024 ഇലക്ഷൻ സമയത്ത് അതിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിനി. ഇപ്പോൾ 2025 ഇലക്ഷൻ്റെ പോസ്റ്റർ, എനിക്ക് 2026 ഇലക്ഷൻ്റെ പോസ്റ്ററും അതിൽ ഇങ്ങനെയാണെങ്കിൽ ഒട്ടിക്കേണ്ടി വരും. ഏതായാലും നാദാപുരം റോഡ് ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ പണിയിൽ നല്ല പുരോഗതി എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉള്ളത് പറയല്ലോ, പണി നടത്തുന്ന ആൾക്കാർക്കും പണി നോക്കി നടത്തുന്ന ആൾക്കാർക്കും ഒരു താല്പര്യം, ഒരു ശുഷ്കാന്തി വേണം. ഇവിടെ പെട്ടെന്ന് തീർക്കണം. അങ്ങനെ നമ്മൾ വടകര എത്തി. ഫുള്ളായിട്ട് കവർ ചെയ്യാത്ത എന്താ വെച്ചാൽ കുറേ ഭാഗം പണികൾ കഴിഞ്ഞ് അങ്ങനെ ആയിട്ടുണ്ട്. കുറേ ഭാഗം ഇപ്പോൾ അതേപോലെ തന്നെയാണ്, കാണുമ്പോൾ ചടക്കും. ഏതായാലും വടകര ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് കുറഞ്ഞ പണികൾ, അതായത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. ഏതായാലും ഒരുപാട് സ്പാൻ ഡേയിൽ ഗാഡർ വെച്ചു, കോൺക്രീറ്റ് ചെയ്തു. ഈ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, ഈ ഒരു 3 സ്പാനുള്ള ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. മണ്ണുയർത്തുന്ന പണികൾ ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ല. അതായത് ഫൗണ്ടേഷൻ കെട്ടുന്ന പണികൾ പോലും തുടങ്ങിയിട്ടില്ല ഈ വടകര ഭാഗത്ത്. വടകര തക്കണ ഇവിടെ ഒരു സൈഡിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ നല്ല തകൃതിയിൽ ഇങ്ങനെ, തകൃതി എന്നുകൊണ്ട് പറയാൻ പറ്റില്ല, എന്നാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണിയുടെ വേഗത മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ കൂരാട് ഇപ്പോൾ മണ്ണിടിഞ്ഞ് അല്ലെങ്കിൽ മണ്ണ് ഇടിഞ്ഞു വീണല്ലോ, കൂരാട് ഭാഗത്ത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് പാലത്തിൻ്റെ പണി ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ഗാഡർ ലോഞ്ച് ചെയ്തു. ഏകദേശം 10 ഗാഡർ ലോഞ്ച് ചെയ്തു ആ ഒരു ഭാഗത്ത്. അപ്പോൾ പണിയുടെ വേഗതയുടെ ആ ഒരു അളവ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ വടകരയിലുള്ള ഫ്ലൈ ഓവർ. വടകര ഭാഗത്ത് ഇതേപോലെ ഒരു ഫ്ലൈ ഓവർ വന്നുകൊണ്ട് ഈ ടൗണിൽ വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാനും ഒരു അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഫുള്ളായിട്ട് പാർക്കിംഗ് സ്പേസ് ഉണ്ടാകുമോ എന്താണെന്ന് അറിയില്ല. കാസർഗോഡൊക്കെ ചെയ്ത പോലെ ആകും മിക്കവാറും. അപ്പോൾ വടകരൻ്റെ അപ്പുറത്തേക്കായിട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി നഹി ഹേ. ഇതാണ് വടകര ടൗൺ. ഇവിടെയും ഒരുപാട് സ്പാനിടയിൽ ഇനിയും ഗാഡർ വെക്കാനുണ്ട്. പകുതി മാത്രമാണ് പകുതിയിൽ കൂടുതൽ വെച്ചിട്ടുണ്ട്. ഒരു 60% ഭാഗത്ത് പണികൾ, ഏകദേശം ഗാഡർ വെക്കുന്ന പണികളും കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു 2027 അവസാനമൊക്കെ പ്രതീക്ഷിച്ചോളി വടകര റീച്ചിലെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഏതായാലും ദേശീയപാതയിൽ മറ്റുള്ള വൻകിട കമ്പനികൾ, ഇപ്പോൾ മേഘ അത്യാവശ്യം വലിയൊരു കമ്പനിയാണ്, ആ ഒരു പ്രതാപൊന്നും ആ റീച്ചിലെ പണിയിൽ കാണാൻ പറ്റണില്ല. അതായത് സ്ലോ ആയിട്ടാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവസ്ഥ എന്നറിയില്ല. അവരൊക്കെ വിചാരിച്ചിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും, അത്രയും പവർഫുള്ളായിട്ടുള്ള കമ്പനിയാണ്. ഏതായാലും സുഹൃത്തുക്കൾ, അപ്പോൾ ഇതൊക്കെയാണ് മാഹി സിഗ്നൽ അതേപോലെ വടകര ഫ്ലൈ ഓവറിൻ്റെയൊക്കെ വിശേഷങ്ങൾ. ഞാൻ സംഭവം അടച്ച് നിർത്തണം, ഇഷ്ടപ്പെട്ടുകൊണ്ടെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ ദേശീയപാതയുടെ റീച്ചിലെ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാകും. നമ്മൾ മാറ്റിപ്പിടിക്കാൻ സമയമായിട്ടുണ്ട്. ഗുജറാത്ത്, ഹൈദരാബാദ് യാത്രകൾ ഉടനെ ഉണ്ടാകും. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഉണ്ടാവണം. ഇനി കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ട് മൊത്തം ഒരു യാത്ര നമുക്ക് നടത്താം. ഏതായാലും നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.